ഇസ്രായേലിൽ കാട്ടുതീ അണക്കാൻ സാധിച്ചില്ല. രാജ്യം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസം പടർന്ന് പന്തലിച്ച കാട്ടുതീയുമായി ബന്ധപ്പെട്ട് 2000 ഏക്കർ ഭൂമിയെങ്കിലും കത്തിച്ചാമ്പലായി. ഇപ്പോഴും അണക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ അന്താരാഷ്ട്ര മേഖലയിൽ ഇസ്രായേൽ സഹായം അഭ്യർത്ഥിക്കുകയും പല രാജ്യങ്ങളും സഹായം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഏത് തരത്തിലാണ് തീ പടർന്നതെന്നോ ഇതിന് പിന്നിൽ ഏതെങ്കിലും ബാഹ്യശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന തരത്തിലൊക്കെ അന്വേഷണം നടത്താൻ സർക്കാർ ഉത്തരവിട്ടിരിക്കുകയാണ്. പലസ്തീൻ ഇസ്രായേൽ അതിർത്തിയുമായി ബന്ധപ്പെട്ട മേഖലയിലാണ് കാട്ടുതീ വളരെ പെട്ടെന്ന് പടർന്ന് പന്തലിക്കുകയും അത് അണക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് നീങ്ങുകയും ചെയ്തത്. ഒരുപക്ഷെ ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇസ്രായേലിന്റെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന ദേശമാണ് അവരുടെ ഭൂമി എന്ന് ലോകത്തിന് അവർ പല ഘട്ടത്തിലും പരിചയപ്പെടുത്തുന്നുണ്ട്. തങ്ങളുടെ രാജ്യത്തിന്റെ അകത്ത് ഒരു കാക്ക പറക്കുകയാണെങ്കിൽ പോലും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാനും അതിനെ ഇല്ലാതാക്കാനും സാധിക്കുന്ന വിധമുള്ള സംവിധാനമുള്ള ലോകത്തിലേക രാജ്യമാണ് തങ്ങൾ എന്ന് എല്ലാ കാലത്തും വീമ്പ് പറയുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയ കനത്ത തിരിച്ചടിയായിട്ടാണ് ചില മീഡിയകൾ ഈ വിഷയത്തെ വിലയിരുത്തുന്നത്. അന്താരാഷ്ട്ര സഹായം തേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞതിനപ്പുറം തന്നെ ജെറുസലേം, അവിടുത്തെ ഏറ്റവും വലിയ നഗരമായിരിക്കുന്ന ജെറുസലേത്തിൽ നിന്ന് തെല്ലവീവിലേക്ക് പോകുന്ന നാഷണൽ ഹൈവേ ഇപ്പോൾ ഏറെക്കുറെ നിശ്ചലമായിരിക്കുന്ന സ്ഥിതിയാണ്. നീങ്ങാൻ പറ്റാത്ത ഒരു പരിസ്ഥിതി വന്നിരിക്കുന്നു. ഏത് തരത്തിലാണ് ഇതിനെ അതിജീവിക്കേണ്ടത് എന്ന കാര്യത്തിൽ സർക്കാർ തന്നെ വലിയ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുകയാണ്. അതോടൊപ്പം ഗസയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ആക്രമണ രീതികളൊക്കെ നിർത്തിവെച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടും അതോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുന്നു. സൈനിക താവളങ്ങളിൽ തീ പടർന്നിട്ടുണ്ട് ഈ മേഖലയുമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട്. അവരുടെ വിമാനത്താവളവുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിലേക്ക് പടരാനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു. അവിടെ ഒരു സൈനിക വിമാനത്താവളം ഈ ഏരിയകളിൽ ഉണ്ട് എന്നുള്ളതും ആ മേഖലയിലേക്ക് കടന്നു കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയുന്നു. പിന്നിൽ തീവ്രവാദ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം അവിടെ അന്വേഷിക്കുന്നു. അതോടൊപ്പം മറ്റൊരു റിപ്പോർട്ട് പറയുന്നത് അറബികൾ താമസിക്കുന്ന ഇടങ്ങളിലേക്ക് തീ പടർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നാമ്പുറം ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയിക്കുന്നു എന്ന തരത്തിൽ ചില പ്രാദേശിക റിപ്പോർട്ടുകളൊക്കെ ഇസ്രായേലിൽ തന്നെ പുറത്തു വരുന്നു. ഇപ്പോൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇറാനിലെ ബന്ദർ അബ്ബാസ് തുറമുഖത്തിനോട് ചേർന്നുകൊണ്ട് 2 ദിവസം മുമ്പ് നടന്നിരിക്കുന്ന സ്ഫോടനത്തിന്റെ 2ാം ദിവസമാണ് ഇസ്രായേലും ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ശക്തികൾ ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും തങ്ങൾക്ക് അറിയാൻ ആവശ്യമാണ്. അല്ലെങ്കിൽ സുരക്ഷാ വീഴ്ചയാണോ എന്നുള്ള തരത്തിലുള്ള അന്വേഷണം നടത്തുന്നത്. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനം സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. കാര്യം ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട അതിർത്തി മേഖലയൊക്കെ 24 മണിക്കൂറും നിരീക്ഷണത്തിലാണ്. റഡാർ നിരീക്ഷണമുണ്ട്, ക്യാമറ നിരീക്ഷണമുണ്ട്, സൈനിക നിരീക്ഷണമുണ്ട്. അതിനപ്പുറമായി രീതിയിൽ കുതിരപ്പുറത്ത് സൈനികർ സഞ്ചരിച്ചുകൊണ്ട് നിരീക്ഷണം നടത്തുന്ന സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഏതെങ്കിലും വളരെ പെട്ടെന്നൊക്കെ ഇത്തരം ഒരു തീപിടുത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ സർക്കാരിന് അറിയാൻ വേണ്ടി സാധിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടും പടർന്ന് പന്തലിച്ച് ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷം 4 മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷമാണ് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ ഈ വിവരം അറിഞ്ഞത് എന്നുള്ളതാണ്. എന്തൊക്കെ സംഭവങ്ങൾ അതിന്റെ മുൻപ് നടന്നിട്ടുണ്ട് എന്നതിനെ കുറിച്ചുള്ള വിലയിരുത്തിയുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സിറിയയിലേക്ക് ഇസ്രായേലിന്റെ യുദ്ധവിമാനം പറന്നുകൊണ്ട് ആക്രമണം നടത്തുന്നതിന്റെ തൊട്ട് പിറകിലാണ് ഈ തീ പടർന്ന് പന്തലിച്ച വിവരങ്ങളുള്ളത്. കാർഷിക മേഖല അടക്കം പരമാവധി വിലപിടിപ്പുള്ള ഏരിയകളിൽ മുഴുവനും കത്തിച്ചാമ്പലായിട്ടുണ്ട്. അണക്കാനുള്ള ശ്രമങ്ങൾ നടത്തി ആദ്യഘട്ടത്തിൽ കുറച്ചൊക്കെ വിജയിച്ചിരുന്നു, പിന്നീട് അതൊക്കെ പരാജയപ്പെട്ടു. ഇറാനിൽ നടത്തിയ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട വിവരത്തെക്കുറിച്ച് അവർ അന്വേഷിക്കുന്നു. സമാനമായ രീതിയിൽ ഇസ്രായേൽ നടത്തിയ സ്ഫോടനത്തെക്കുറിച്ച്, ഈ നടത്തിയ തീപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അവരും അന്വേഷിക്കുന്നു എന്നുള്ളതാണ്. അകത്തും പുറത്തും രക്ഷയില്ലാത്ത ദയനീയ അവസ്ഥയിലേക്ക് ഇസ്രായേൽ മാറിയിരിക്കുന്നു എന്ന് ചില അറബ് പത്രങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിവരിക്കുകയാണ്. കാര്യം അവർ പറയുന്നത് രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങളുണ്ട്. ബന്ദികളുടെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളും സമരങ്ങളും നിരാഹാരങ്ങളും അവിടെ അവസാനിച്ചിട്ടില്ല. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ അവിടെ സജീവമാകുന്നു. അവിടുത്തെ മന്ത്രിമാർക്കോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലാണ് പ്രക്ഷോഭകാരികൾ സമരം നടത്തുന്നത്. രാജ്യത്തിന്റെ പുറത്താണെങ്കിൽ അവർക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത വിധം, പ്രധാനമന്ത്രിക്കും പ്രതിരോധ മന്ത്രിക്കൊക്കെ രാജ്യത്തിന്റെ പുറത്ത് സഞ്ചരിക്കാൻ പറ്റാത്ത വിധം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റുണ്ട്. രാജ്യങ്ങളൊന്നും, മറ്റുള്ള ലോക രാജ്യങ്ങളൊന്നും ഇങ്ങോട്ട് സഹകരിക്കാത്തൊരു പ്രശ്നങ്ങളുണ്ട്. അതോടനുബന്ധിച്ച് ആ രാജ്യത്തിന്റെ അകത്ത് തീപിടുത്തം ഉണ്ടാകുന്നു. അപ്പൊ ഈ മേഖല സുരക്ഷാ ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ തേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട കാര്യം നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതും എന്തുകൊണ്ട് വിവരങ്ങൾ നൽകിയിട്ടില്ല എന്നുള്ളതുമാണ്. എന്നാൽ ഒരു കാട് അത്ര പെട്ടെന്ന് തീപിടിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് അങ്ങനെ പടർന്ന് പന്തലിക്കാനുള്ള സാധ്യത കുറവാണ്. ഇതിൽ ഏതെങ്കിലും വിഭാഗങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർ എന്ത് പ്രവർത്തനമായിരിക്കും നടത്തിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് അന്വേഷണത്തിന്റെ ആദ്യ ഭാഗമായിട്ട് അവർ വിലയിരുത്തുന്നത്.
ഗസയെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നു, ഗസയിൽ ഇപ്പോൾ ഇന്നൊക്കെ ശാന്തമായിരിക്കുന്ന ഒരു രീതിയാണ് കണ്ടത്. ഇസ്രായേലിന്റെ ആക്രമണങ്ങളൊന്നും കാര്യമായിട്ട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ടത് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഈ ഭാവിയിലുള്ള നിലപാടിനെ കുറിച്ച് അന്വേഷിക്കാനും തങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ മറ്റു രാജ്യങ്ങളോട് അഭ്യർത്ഥിക്കാനും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ അയൽ രാജ്യങ്ങളെല്ലാം മുസ്ലിം രാജ്യങ്ങളായതുകൊണ്ട് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഏതു തരത്തിലാണ് സഹായിക്കുക എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. യൂറോപ്യൻ രാജ്യങ്ങളിൽപ്പെട്ട 1-2 രാജ്യങ്ങൾ ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതും അതിൻ്റെ സംവിധാന കാര്യങ്ങളൊക്കെ ഇസ്രായേലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ചിലതൊക്കെ എത്തിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. തീപിടുത്തം ഇപ്പോൾ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം പടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന ഒരു വിഷയം വന്നതോടുകൂടി ഇസ്രായേലിന്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വീണ്ടും ആശങ്കയിലായിരിക്കുകയാണ്. തങ്ങൾ എല്ലാ കാലത്തും വലിയ സുരക്ഷാ സംവിധാനമുള്ള രാജ്യമാണ് എന്ന് ലോകത്തോട് വീമ്പിളക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. 1967 അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അവർ പല ഘട്ടത്തിലും പറയാറുണ്ട്. നിങ്ങൾ നോക്കൂ, 6 രാജ്യത്തെ ഏകദേശം 6 ദിവസം കൊണ്ട് ഞങ്ങൾ പരാജയപ്പെടുത്തി. ലോകത്തെ ശക്തിയും ബുദ്ധിയും സൈനിക ബലവും എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ വലിയ രീതിയിൽ മുൻതൂക്കം നൽകുന്നതിന്റെ പ്രതിഫലനമാണ് അന്ന് കണ്ടത് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ഏറെക്കുറെ അത് ലോകം ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇങ്ങോട്ടുള്ള കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ സൈനികപരമായിരിക്കുന്ന ശക്തി ഉണ്ടാക്കുന്നതിലും ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട രഹസ്യ സംവിധാനങ്ങൾ നിർമ്മിക്കുന്നതിലും അവർ വലിയ രീതിയിൽ പ്രാഗൽഭ്യം നേടുകയും വിജയിക്കുകയും ചെയ്തു. അങ്ങനെ ആണവായുധമുള്ള രാജ്യത്തിൻ്റെ ലിസ്റ്റിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യ അവസ്ഥകളെ കുറിച്ച് കഴിഞ്ഞിട്ട് വിലയിരുത്താൻ വേണ്ടി അടിയന്തര മീറ്റിംഗ് കൂടിയിട്ടുണ്ട്. പ്രതിപക്ഷത്തെയും ഈ മീറ്റിലേക്ക് പങ്കെടുപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ യുദ്ധവും അതുമായിട്ട് ബന്ധപ്പെട്ട അനന്തര ഫലങ്ങളും അതോടനുബന്ധിച്ച് രാജ്യത്തിന്റെ പലസ്തീൻ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തീപിടുത്തവും അതിന്റെ ദുരന്തങ്ങളൊക്കെ വലിയ രീതിയിൽ ലോകം ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് നമ്മൾ ഈ വിഷയത്തിന് ഒരു ഏകോപനം ഉണ്ടാക്കിക്കൊണ്ട് ലോകത്തോട് ഇതിന് മറുപടി പറയണം എന്നുള്ളതാണ്. അതായത് പ്രതിപക്ഷത്തെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഏകോപനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രതിപക്ഷം വേണ്ട രീതിയിൽ സഹകരിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഇപ്പോൾ വരുന്നു. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: അതിർത്തിയിലെല്ലാം വലിയ ശക്തമായിരിക്കുന്ന സുരക്ഷാ സംവിധാനമുണ്ട്. അങ്ങനെ ഉണ്ടായിരിക്കെ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല? ഇനി മുൻകൂട്ടി കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിലും ഈ സംഭവങ്ങൾ നടന്നതിന് ശേഷം അത് തീ കെടുത്താൻ ആവശ്യമായിരിക്കുന്ന നടപടി എടുക്കാൻ വേണ്ടി സാധിക്കാത്തതും മുന്നറിയിപ്പായിട്ട് സർക്കാരിനോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ അവരറിയിക്കാത്തതിൻ്റെ കാരണത്തെക്കുറിച്ച് ഞങ്ങൾക്കറിയണമെന്ന് പ്രതിപക്ഷം ഭരണകക്ഷിയോട് പറഞ്ഞു. അങ്ങനെ പ്രതിപക്ഷം ഭരണകക്ഷികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ വല്ലാത്ത രീതിയിൽ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. തീപിടുത്തം ഒരു അട്ടിമറിയാണോ എന്ന് ഇസ്രായേലിൽ തന്നെ ചില പത്രങ്ങൾ ചോദിക്കുന്നു. അട്ടിമറിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകർ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാക്കിയതാണോ എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ഇസ്രായേലിൻ്റെ അകത്ത് തന്നെയുള്ള ഇസ്രായേൽ ഗവൺമെന്റിന്റെ വിരുദ്ധരായിരിക്കുന്ന ആളുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് വല്ല വിഷയകാര്യങ്ങളോ ഉണ്ടാക്കിയതാണോ, അതല്ലെങ്കിൽ ഫലസ്തീൻ്റെ അതിർത്തിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ആളുകൾ ചെയ്തതാണോ എന്ന കാര്യത്തെക്കുറിച്ചുള്ള അന്വേഷണം വേണം. അതിൻ്റെ കാര്യങ്ങളും സത്യങ്ങളും ഞങ്ങൾക്ക് അറിയണം എന്നുള്ളതാണ് പ്രതിപക്ഷം പറയുന്നത്. ഇതിനു മുൻപ് നടന്ന ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പരാമർശം, ഒക്ടോബർ 7 ഹമാസ് ആക്രമണം എന്ന് പറഞ്ഞാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ സുരക്ഷാ സംവിധാനം ഉണ്ടായിരിക്കെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനൊക്കെ വെട്ടിച്ചുകൊണ്ടാണ് ഹമാസിന്റെ ആക്രമണം ഇസ്രായേലിന് നേരെ നടന്നത്. സമാന സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിനു മുൻപ് 2 തരത്തിൽ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഗസയുടെ ഭാഗത്ത് ഒരു ഭീഷണി ഉണ്ടായിരുന്നു. ഒക്ടോബർ 7 ആക്രമണത്തിന്റെ സ്ഥിതി വിശേഷം നിങ്ങൾ മനസ്സിലാക്കുകയും പഠിച്ചു വെക്കുകയും നല്ലതാണ്. അതിന് ആവർത്തനം ഉണ്ടാവും. എപ്പോൾ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ സാഹചര്യങ്ങൾ മാറിയിട്ടായിരിക്കും ആക്രമണം ഉണ്ടാവുക എന്ന തരത്തിലാണ്. ഏതായിരുന്നാലും ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഒക്ടോബർ 7 2023 യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഗസയുടെ ആക്രമണത്തിന് ശേഷം ഇസ്രായേലിന്റെ അകത്ത് ഇത്രയും വലിയ ഒരു ദുരന്തം ഉണ്ടാകുന്നത്, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പാകത്തിലുള്ള ഒരു ദുരന്തം ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ്. ന്യായീകരിക്കാനും അല്ലെങ്കിൽ കാരണങ്ങൾ വിവരിക്കാനും യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ കൈവശത്തിൽ ഇല്ല എന്നുള്ളത് അവർക്ക് ഏറെ പ്രയാസമുണ്ടാക്കിയ കാര്യവുമാണ്. അപ്പോൾ ഇപ്പോൾ ലോകം ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ സുരക്ഷിതരാണ് എന്ന് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും? ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ സംവിധാനം ഉണ്ടായിരിക്കെ നിങ്ങൾ എന്തുകൊണ്ട് അത് പ്രയോഗിക്കുന്നില്ല? ഹമാസ് ആക്രമിച്ചതിനോടനുബന്ധിച്ച് തന്നെ പ്രകൃതിപരമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ചും അതിനെ കണ്ടെത്താനുള്ള എല്ലാ നൂതന സംവിധാനങ്ങളും ഉണ്ടായിരിക്കെ യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന സംഭവം തീർച്ചയായിട്ടും വലിയ അട്ടിമറിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ സർക്കാർ തന്നെയാണ് ഉത്തരവാദി.
സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ പിടിപ്പുകേട് മൂലമാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത് എന്ന തരത്തിൽ പ്രതിപക്ഷം ആരോപിച്ചിരിക്കുന്ന വിവരം ഇതിനോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്.